Hey, all my beautiful souls, welcome back to my channel. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് very soon സംഭവിക്കുന്നത്? What is next? What the blessings are coming for you? What's a special message for you? Let's see. Collective reading ആണ്. So നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാം. What is next in your life? നിങ്ങളുടെ കണ്ണിന് ചില കാര്യങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ പിറകെ ആയിരിക്കാം ഇനി നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. പല കാര്യങ്ങളും നിങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തൊരു ഇഷ്ടം നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനോട് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ചില ഹിഡൻ ടാലൻസ് ആയിരിക്കാം. സോ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ വർക്ക് ആവുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതായിരിക്കാം നിങ്ങൾ മുന്നോട്ട് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ കുറച്ചുകൂടെ ചില സയൻസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓർ സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് ചില അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ചില സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോ അതിൽ ചില ആളുകൾ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടേതായിട്ടുള്ള ചില എക്സ്പെരിമെന്റ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് മേ ബി ചില ആളുകൾക്ക് ബോഡി ആർട്ട് ആയിരിക്കാം. സോ അത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ടാലന്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, കാരണം ചില ആളുകൾ നിങ്ങൾ സ്പിരിച്വലി എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അത് ആർട്ടുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, സോ താന്ത്രിക് പോലത്തെ എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ എസ്പെഷ്യലി എന്തോ ഒരു സയൻസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പിറകെയാണ് നിങ്ങൾ. ഓക്കെ, വളരെ കുറച്ച് ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ പിറകെ ആയിരിക്കാം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഫോക്കസ് മൊത്തം ആ ഒരു കാര്യത്തിലായിരിക്കാം. വേറെ നിങ്ങളുടെ ചുറ്റിലുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എന്തിലാണോ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നത്, ആ ഒരു കാര്യം വേറെ ഒന്നിലേക്ക് നിങ്ങളെ നോക്കാൻ അനുവദിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അറ്റൻഷനും ആ ഒരു കാര്യത്തിലേക്കായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. Let's see what is next in your life. സോ എക്സാക്ട്ലി നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാൻ, വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. സോ നിങ്ങൾ ചില ആളുകൾ വളരെ യൂണിക് ആയിട്ടുള്ള ചില സ്പിരിച്വൽ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സ്പിരിച്വൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന വസ്ത്രത്തിനാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ധരിക്കുന്ന ഓർണമെന്റ്സിനാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ പോകുന്ന സ്ഥലത്തിനാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള യാത്രകളിൽ താല്പര്യം കാണിക്കേണ്ടതായിട്ടുണ്ട്. മേ ബി വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വരിക എന്നുള്ളതല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ എല്ലാവരും കാണുന്നത് പോലെയല്ല നിങ്ങൾ കാണുന്നത്. എന്തൊരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവായിരിക്കാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ആ ഒരു യുണീക് ക്വാളിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പെയിന്റിങ്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, what is next in your life? നിങ്ങളുടെ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അവിടുന്ന് നിങ്ങൾ മാറി വരുന്നുണ്ട്. സോ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഫോളോ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകള്, സോ വളരെ ചുരുക്കം ആളുകളുമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറയാനുള്ളതല്ല, എല്ലാവർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. സോ നിങ്ങൾ എന്താണോ ഈ ഒരു ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിൽ കണക്ട് ചെയ്യുന്നത്, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന, അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ സൗഹൃദങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു ജേർണിയിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ അത് ചില ആളുകൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില വർക്കാണ്, ലൈഫ് പേർപ്പസ് ആണ് നിങ്ങൾ ഈ ഒരു ജേർണിയിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പിറകെ പോയിട്ട് ഡിഫറെന്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് പ്ലേസിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും കണ്ടുപരിചയമില്ലാത്ത ചില ലൈഫ് സിറ്റുവേഷനിലൊക്കെ ജീവിച്ചിട്ടുള്ള ചില ആളുകളായിരിക്കാം, സന്യാസിമാരായിരിക്കാം, വേറെ കൺട്രിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, ഡിഫറെന്റ് ആയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങൾ അവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതൊക്കെ ഒരു രീതിയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. കാരണം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ട് തോന്നുന്ന ചില അവയർനെസ് ആണ്, തിരിച്ചറിവാണ്, വിസ്റ്റമാണ്. ഓൾറൈറ്റ്. നിങ്ങളുടെ വിശ്വാസത്തിലാണ് ഒരു മേജർ ചേഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത്. സോ അത് അത്ര കാലമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓൾറൈറ്റ്. സോ നിങ്ങളുടെ മാറ്റത്തെ പറ്റി ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അറിയുന്ന ആളുകൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് ഡിസ്റ്റർബ് ആക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ. സോ അവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് എടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് എന്നുള്ളതല്ല, നിങ്ങൾ എന്തിലേക്കാണ് പോകുന്നത്, എന്താണോ ഫോളോ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഇവോൾവ് ആവാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ എന്ന വ്യക്തിയെ, നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ ശരി തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കണക്ട് ചെയ്തോളണം എന്നില്ല. സോ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആളുകൾ അവിടെ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മാറ്റത്തെ പറ്റി. ഓക്കെ. വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ചില പ്രോസസ്സിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്, ഡീപ്പ് ആയിട്ടുള്ള ചേഞ്ചിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ മോർ ലൈക്ക് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ സൈക്കിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. യു ആർ യൂസിങ് യുവർ പവർ. നിങ്ങൾ നിങ്ങളുടെ പവർ യൂസ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്യാണ്. ഈവൻ ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്യൂട്ടിയാണ്. ഓക്കെ. സോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു അസാധ്യമായിട്ടുള്ളൊരു സൗന്ദര്യം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്. അസാധ്യമായ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം. അസാധ്യമായിട്ടുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചില മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കാം. ഓക്കെ. സോ പ്രോബബ്ലി നിങ്ങൾ എഴുതി അറിയപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്, എഴുത്തുകാരാവുക, എന്ത് കാര്യമായിരിക്കാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇതുപോലെ സൈക്കിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓർ നിങ്ങളുടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ. പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ യൂണിക് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഓൾറൈറ്റ്. ചില ആളുകൾ നിങ്ങൾ ചില മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്, മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആയുർവേദത്തിലൊക്കെ പല കാര്യങ്ങളും ചെയ്ത് പരീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേ ബി അത് നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില റിസൾട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ തോന്നിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുള്ളത്. ചില ആളുകൾക്ക് അങ്ങനെയല്ല. വളരെ ചുരുക്കം ആളുകൾക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ, ആരോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ. കാരണം നിങ്ങൾക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നത്. അത് ചില ആളുകൾക്ക് മെഡിസിനിലാണ്. ഓക്കെ. ആയുർവേദത്തിലൊക്കെ വരുന്നത് പോലെ, ആയുർവേദത്തിൽ പറയുന്നതൊക്കെ പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് മേ ബി ലൈക്ക് നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ. പല ബർത്തിലായിട്ട് അതിനുള്ളൊരു ടാലന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യമായിരിക്കാം, പറഞ്ഞു തരുന്ന കാര്യമായിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ചില സൈക്കിക് മെസ്സേജ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മേലെ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കൊണ്ടു തരുന്നുണ്ട്.
ഓക്കെ, മേ ബി ചില ആളുകൾ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കാം. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഓർ എന്താണോ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ തോന്നുന്നത്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ വിശ്വാസങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അതൊരു പരീക്ഷണമായി പോകുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവന്ന് എന്നുള്ളത് നിങ്ങളത് തിരിച്ചറിയുന്ന നിമിഷമായിരിക്കാം നിങ്ങൾ അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. സോ അതായിരിക്കും ചില ആളുകൾ പ്രോബബ്ലി നിങ്ങളെ ഒരുപാട് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുത്തുന്നത്. മീഡിയ ഒക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരുപാട് കാലത്തൊരു കാത്തിരിപ്പാണ് ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നത്, ഇത്ര കാലമായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നത് നിങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ ടാലന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷേ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പില് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ പോലും അറിയാതെ അവിടെ കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ഒരു മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു സ്കില്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണോ പ്രശസ്തി നേടാൻ നോക്കിയത്, ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ നിങ്ങൾ നോക്കിയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ചില പരീക്ഷണങ്ങൾ വളരെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക ഏതിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, ഇത് ചില ആളുകൾക്കുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വോയിസ് നിങ്ങൾ കേൾക്കുക. ഓക്കെ, സോ ഇത് പ്രോബബ്ലി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ഇന്നർ വോയിസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന സഡൻ ഇൻസ്പിറേഷൻ, ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, ഇതുവരെ നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഹൈലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് അങ്ങനെ കിട്ടുന്ന ഇൻസ്പിറേഷൻ ആണ്. അത് പ്രോബബ്ലി നിങ്ങളും കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അത്ര വാല്യുബിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഇത്ര കാലമായിട്ട് തിരയുന്ന ചില കാര്യങ്ങൾ, സ്പെഷ്യലി നിങ്ങളുടെ സ്കിൽ, ഇതുപോലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകളാണ് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, 1 or 2 ആളുകൾ മാത്രമായിരിക്കാം നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളായിട്ട് ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കണം, ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങളിലേക്കായിരിക്കാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാച്ചുറലി അട്രാക്ട് ചെയ്യും. ഓൾറൈറ്റ്, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും യാത്ര റിലേറ്റഡ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആളുകൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്ര കാലം അന്വേഷിച്ച് നടന്നിട്ട് നമ്മൾ കണ്ടെത്തി എന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓർ ഇത്ര കാലം നിങ്ങൾ എന്തൊരു കാര്യത്തിനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് അഗെയിൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഓർ ഈ സമയം വളരെ ടെലിപ്പത്തിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ വെരി സൂൺ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് റിയൽ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.